ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെത്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. 1 സാമുവേൽ 3-4 അധ്യായങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 25 ചോദ്യങ്ങളാണ് ഈ ബൈബിൾ ക്വിസിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കാരംഭിക്കാം. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്? ഓപ്ഷനുകൾ: എ. ഇസ്രായേൽ ജനത്തിന്, ബി. ദൂതന്മാർക്ക്, സി. ഏലി പുരോഹിതന്, ഡി. കർത്താവിന്. ശരിയായ ഉത്തരം ഡി. കർത്താവിന്. വാക്യമുദ്ധരിക്കുക. 1 സാമുവേൽ 3:10. ഓപ്ഷനുകൾ: എ. സാമുവേൽ പറഞ്ഞു, അങ്ങ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ അങ്ങയെ ആരാധിക്കുന്നു. ബി. സാമുവേൽ പറഞ്ഞു, കർത്താവേ, അങ്ങ് പറഞ്ഞാലും അങ്ങയുടെ ദാസനിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. സി. സാമുവേൽ പറഞ്ഞു, അവിടുന്ന് അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഡി. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ശരിയായ ഉത്തരം ഡി. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. കർത്താവ് വിളിച്ചപ്പോൾ അത് കർത്താവാണെന്ന് മനസ്സിലാക്കാതെ സാമുവേൽ ആരുടെ അടുത്തേക്കാണ് ഓടിയത്? ഓപ്ഷനുകൾ: എ. ഏലിയുടെ അടുക്കലേക്ക്, ബി. ജനങ്ങളുടെ ഇടയിലേക്ക്, സി. പേടകത്തിനടുത്തേക്ക്, ഡി. സ്വന്തം വീട്ടിലേക്ക്. ശരിയായ ഉത്തരം എ. ഏലിയുടെ അടുക്കലേക്ക്. ഇത് ഏത് പുസ്തകത്തിലെയും അധ്യായത്തിലെയും വാക്യമാണ്? കർത്താവ് അവനോടുകൂടെയുണ്ടായിരുന്നു, അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്നിടവരുത്തിയില്ല. ഓപ്ഷനുകൾ: എ. 1 സാമുവേൽ 3:19, ബി. ജോഷ്വ 1:5, സി. ഉൽപ്പത്തി 12:2, ഡി. പുറപ്പാട് 3:4. ശരിയായ ഉത്തരം എ. 1 സാമുവേൽ 3:19. മക്കൾ ദൈവദൂഷണം പറയുന്നതറിഞ്ഞിട്ടും അവരെ തടയാതിരുന്നതിനാൽ ഏതു കുടുംബത്തെയാണ് ശിക്ഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. ഫിലിസ്ത്യരുടെ കുടുംബത്തെ, ബി. സാമുവേലിന്റെ കുടുംബത്തെ, സി. ബെഞ്ചമിൻ കുടുംബത്തെ, ഡി. ഏലിയുടെ കുടുംബത്തെ. ശരിയായ ഉത്തരം ഡി. ഏലിയുടെ കുടുംബത്തെ. കർത്താവിന്റെ പേടകം പിടിക്കപ്പെട്ട വാർത്ത കേട്ടപ്പോൾ ഏലി പീഠത്തിൽ നിന്ന് മറിഞ്ഞു വീണ് മലിക്കാൻ കാരണമെന്ത്? ഓപ്ഷനുകൾ: എ. പേടിച്ചുപോയതിനാൽ, ബി. രോഗം ബാധിച്ചിരുന്നതിനാൽ, സി. വൃദ്ധനും ക്ഷീണിതനുമായിരുന്നതിനാൽ കഴുത്തൊടിഞ്ഞു, ഡി. വഴുതി വീണതിനാൽ. ശരിയായ ഉത്തരം സി. വൃദ്ധനും ക്ഷീണിതനുമായിരുന്നതിനാൽ കഴുത്തൊടിഞ്ഞു. സാമുവേൽ പ്രവാചകനായി എന്ന് ഇസ്രായേൽ മുഴുവൻ അറിഞ്ഞത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഓപ്ഷനുകൾ: എ. യഹൂദ മുതൽ സമരിയ വരെ, ബി. ദാൻ മുതൽ ബേർശഭ വരെ, സി. ഷീലോ മുതൽ അഫെക്ക് വരെ, ഡി. ഗലീലി മുതൽ യെരുശലേം വരെ. ശരിയായ ഉത്തരം ബി. ദാൻ മുതൽ ബേർശഭ വരെ. പടക്കളത്തിൽ നിന്ന് വസ്ത്രം കീറി തലയിൽ പൂജി വിതറി ഷീലോയിലെത്തിയത് ഏതു ഗോത്രത്തിൽപ്പെട്ട ആളാണ്? ഓപ്ഷനുകൾ: എ. യൂദാ ഗോത്രജൻ, ബി. എഫ്രായിം ഗോത്രജൻ, സി. ബെഞ്ചമിൻ ഗോത്രജൻ, ഡി. ലേവി ഗോത്രജൻ. ശരിയായ ഉത്തരം സി. ബെഞ്ചമിൻ ഗോത്രജൻ. ഇസ്രായേല്യർ ഫിലിസ്ത്യരോട് തോറ്റപ്പോൾ ഷീലോയിൽ നിന്ന് എന്തു കൊണ്ടുവരാനാണ് തീരുമാനിച്ചത്? ഓപ്ഷനുകൾ: എ. വലിയ സൈന്യത്തെ, ബി. ഏലി പുരോഹിതനെ, സി. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം, ഡി. സ്വർണവും വെള്ളിയും. ശരിയായ ഉത്തരം സി. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം. വാക്യമുദ്ധരിക്കുക. 1 സാമുവേൽ 4:21. ഓപ്ഷനുകൾ: എ. മഹത്വം ഇസ്രായേലിൽ നിന്ന് എടുത്തുമാറ്റപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ തന്റെ മകന് ഇക്കാബോദ് എന്ന് സന്തോഷത്തോടെ വിളിച്ചു. ബി. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തന്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു. സി. ദൈവത്തിന്റെ പേടകം നഷ്ടപ്പെട്ടതുകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് പേരിട്ടു. ഡി. ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ തന്റെ കുഞ്ഞിന് ഫിനെഹാസ് എന്ന് പേരിട്ടു. ശരിയായ ഉത്തരം ബി. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തന്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു. ഏലി ഇസ്രായേലിൽ എത്ര വർഷം ന്യായാധിപനായിരുന്നു? ഓപ്ഷനുകൾ: എ. 20 വർഷം, ബി. 30 വർഷം, സി. 40 വർഷം, ഡി. 50 വർഷം. ശരിയായ ഉത്തരം സി. 40 വർഷം. കർത്താവ് വിളിച്ചപ്പോൾ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയാൻ സാമുവേലിനെ ഉപദേശിച്ചതാര്?
ഓപ്ഷനുകൾ എ ഏലി, ബി ദൈവദൂതൻ, സി ഇസ്രായേൽ ജനങ്ങൾ, ഡി സാമുവേലിന്റെ അമ്മ. ശരിയായ ഉത്തരം എ ഏലി. കർത്താവ് വിളിക്കുമ്പോൾ അത് തിരിച്ചറിയാതിരുന്ന സാമുവേലിന് അതുവരെ എന്ത് വെളിവാക്കപ്പെട്ടിരുന്നില്ല? ഓപ്ഷനുകൾ എ ഏലിയുടെ കൽപ്പനകൾ, ബി ജനങ്ങളുടെ ആവശ്യം, സി പേടകത്തിന്റെ രഹസ്യം, ഡി കർത്താവിന്റെ ശബ്ദം. ശരിയായ ഉത്തരം ഡി കർത്താവിന്റെ ശബ്ദം. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും എവിടെ വെച്ചാണ് വധിക്കപ്പെട്ടത്? ഓപ്ഷനുകൾ എ പടക്കളത്തിൽ വെച്ച്, ബി ഷീലോയിൽ വെച്ച്, സി ആലയത്തിൽ വെച്ച്, ഡി വീട്ടിൽ വെച്ച്. ശരിയായ ഉത്തരം എ പടക്കളത്തിൽ വെച്ച്. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനം എന്തു ചെയ്തു? ഓപ്ഷനുകൾ എ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു, ബി ഉപവസിച്ചു, സി ഭയന്നു വിറച്ചു, ഡി മൗനമായി ഇരുന്നു. ശരിയായ ഉത്തരം എ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു. തന്റെ ഭർത്താവും അമ്മായിവച്ചനും മരിച്ചതും പേടകം നഷ്ടപ്പെട്ട വാർത്തയും കേട്ടപ്പോൾ പ്രസവിച്ചത് ആരുടെ ഭാര്യയാണ്? ഓപ്ഷനുകൾ എ സാമുവേലിന്റെ ഭാര്യ, ബി ഫിനഹാസിന്റെ ഭാര്യ, സി ഏലിയുടെ ഭാര്യ, ഡി ഹോഫ്നിയുടെ ഭാര്യ. ശരിയായ ഉത്തരം ബി ഫിനഹാസിന്റെ ഭാര്യ. രാവിലെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന സാമുവേൽ തനിക്ക് ലഭിച്ച ദർശനം ആരോട് പറയാനാണ് ഭയപ്പെട്ടത്? ഓപ്ഷനുകൾ എ മാതാപിതാക്കളോട്, ബി ഏലിയോട്, സി ഇസ്രായേൽ ജനത്തോട്, ഡി ഫിലിസ്ത്യരോട്. ശരിയായ ഉത്തരം ബി ഏലിയോട്. കർത്താവ് സാമുവേലിന് ദർശനം നൽകുകയും തന്നെ വെളിപ്പെടുത്തുകയും ചെയ്ത സ്ഥലം ഏതാണ്? ഓപ്ഷനുകൾ എ അഫെക്ക്, ബി എബനേസർ, സി ദാൻ, ഡി ഷീലോ. ശരിയായ ഉത്തരം സി ഷീലോ. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ എവിടെയാണ് പാളയമടച്ചത്? ഓപ്ഷനുകൾ എ എബനേസറിൽ, ബി അഫെക്കിൽ, സി മിസ്പായിൽ, ഡി ഷീലോയിൽ. ശരിയായ ഉത്തരം ബി അഫെക്കിൽ. കർത്താവ് ഇസ്രായേലിൽ ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവന്റെ ഏതവയവമാണ് തരിക്കുക എന്ന് അവിടെ നരുളി ചെയ്തത്? ഓപ്ഷനുകൾ എ ഇരുചെവികളും, ബി പാദങ്ങൾ, സി കണ്ണുകൾ, ഡി കൈകൾ. ശരിയായ ഉത്തരം എ ഇരുചെവികളും. കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മറച്ചുവെച്ചാൽ ദൈവം കഠിനമായി ശിക്ഷിക്കട്ടെ എന്ന് ഏലി ആരോടാണ് പറഞ്ഞത്? ഓപ്ഷനുകൾ എ ഫിനഹാസിനോട്, ബി ഹോഫ്നിയോട്, സി ഇസ്രായേൽ ജനത്തോട്, ഡി സാമുവേലിനോട്. ശരിയായ ഉത്തരം ഡി സാമുവേലിനോട്. ഇസ്രായേൽ പാളയത്തിൽ ആർപ്പുവിളി കേട്ടപ്പോൾ ഹെബ്രായരുടെ പാളയത്തിൽ ഈ വലിയ കോലാഹലമെന്തിന് എന്നു ചോദിച്ചത് ആരാണ്? ഓപ്ഷനുകൾ എ ഏലി, ബി ഫിലിസ്ത്യർ, സി ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ, ഡി സാമുവേൽ. ശരിയായ ഉത്തരം ബി ഫിലിസ്ത്യർ. ഏലിയുടെ കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും കൊണ്ട് ഒരിക്കലും എന്തുണ്ടാവില്ല എന്നാണ് കർത്താവ് ശപഥം ചെയ്തത്? ഓപ്ഷനുകൾ എ കുറവ്, ബി വർദ്ധനവ്, സി പരിഹാരം, ഡി മാറ്റം. ശരിയായ ഉത്തരം സി പരിഹാരം. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുമ്പോൾ അവന്റെ കാഴ്ചയ്ക്ക് എന്ത് സംഭവിച്ചിരുന്നു? ഓപ്ഷനുകൾ എ കാഴ്ച മെച്ചപ്പെട്ടിരുന്നു, ബി പൂർണ്ണമായി കാഴ്ചയുണ്ടായിരുന്നു, സി കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു, ഡി ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ശരിയായ ഉത്തരം സി കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. മകൻ ജനിച്ചപ്പോൾ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയാൻ കാരണമെന്ത്? ഓപ്ഷനുകൾ എ ഭർത്താവ് മരിച്ചതുകൊണ്ട്, ബി അമ്മായിവച്ചൻ മരിച്ചതുകൊണ്ട്, സി യുദ്ധത്തിൽ തോറ്റതുകൊണ്ട്, ഡി ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതുകൊണ്ട്. ശരിയായ ഉത്തരം ഡി ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതുകൊണ്ട്. സ്വന്തമായി ക്വിസ് പരീക്ഷ പോലെ ചെയ്തു നോക്കാൻ 9287400403 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ ചാനലിന്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.